അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആശാപൂർണ ദേവി എന്ന് പറയുന്ന ബംഗാളി നോവലിസ്റ്റ് പോയിറ്റുമായ ഓതറിന്റെ അതിപ്രശസ്തമായ ഒരു വർക്ക് അല്ലെ, ഒരു ഷോർട്ട് സ്റ്റോറി ചെറുകഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. എന്തായിരുന്നു അതിന്റെ പേര്? മാച്ച് ബോക്സ് എന്നാണ് പേര് അല്ലെ. തീപ്പെട്ടി എന്നുള്ള പേരുള്ള ഒരു ചെറുകഥ, ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് അറിയാം, ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന യൂണിറ്റ് വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം എന്താണ്, സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ്, ഇക്വാളിറ്റി എന്ന് പറയുന്ന വിഷയത്തേക്ക് ആസ്പദമാക്കിക്കൊണ്ടുള്ള ചാപ്റ്ററുകളുമായിരുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് അല്ലെ. അപ്പൊ അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതിന്റെ ബാക്കി തുടർ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൽ ഒന്നും ഡൗട്ടുകളൊന്നും നിങ്ങൾ പ്രകടിപ്പിച്ചില്ല എന്നാണ് തോന്നുന്നത്. ഉണ്ടെങ്കിൽ സാറ് എനിക്ക് ഫോർവേഡ് ചെയ്യുമായിരുന്നു. അപ്പൊ എനിവേ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ചോദിച്ചു കൊള്ളുക. നമുക്ക് ഈ കോൺഫറൻസ് ക്ലാസ്സുകളൊക്കെ ഈ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി നമുക്കൊരു വേദി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നത് ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നോട്ട് PDF ആക്കി ഞാൻ സാറിന് അയച്ചിട്ടുണ്ട്. സാർ നിങ്ങൾക്ക് അത് എന്ത് ചെയ്തുകൊള്ളും, ഫോർവേഡ് ചെയ്തോളൂ. ആ എനി വുമൺ എന്ന് പറയുന്ന കവിത ഞാൻ പഠിപ്പിച്ചല്ലോ, അപ്പൊ അതിന്റെ നോട്ടും അതിന്റെ അപ്രിസിയേഷനും ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാറ് അയച്ച് തരും. ഓക്കെ, സോ അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന മാച്ച് ബോക്സിന്റെ അല്ലെ പഠിച്ച ഭാഗം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അല്ലെ. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് ആ ഇൻട്രോ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് നമുക്ക് ബാക്കി ഭാഗം എന്ത് ചെയ്യാം നോക്കാം അല്ലെ. അപ്പോൾ സ്ത്രീകളെ നമ്മുടെ എഴുത്തുകാരി ആശാപൂർണ ദേവി എന്തുമായിട്ട് കമ്പയർ ചെയ്താണ് എഴുതിയിരിക്കുന്നത്? മാച്ച് ബോക്സിനെ പോലെയാണ് സ്ത്രീകൾ എന്നാണ് ആര് പറയുന്നത്, ആശാപൂർണ ദേവി എന്ത് ചെയ്യുന്നത് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എന്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, എന്തിനുള്ള പൊട്ടൻഷ്യൽ ആണുള്ളത്? ആ നൂറുകണക്കിന് ലങ്കയെ കത്തിക്കാനുള്ള, ദഹിപ്പിച്ചു കളയാനായിട്ടുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ടെങ്കിലും അവർ അല്ലെ ഒരു മാച്ച് ബോക്സ് എങ്ങനെയാണോ തീ ഉണ്ടാക്കും, മാച്ച് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തീ ഉണ്ടാക്കുന്നത്. ആ തീനെ എല്ലാത്തിനെയും ചുട്ട് ചാമ്പലാക്കാനായിട്ടുള്ള എന്തുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, കഴിവുണ്ട്. അതുപോലെയാണ് സ്ത്രീ. പക്ഷെ അതിനെന്ത് ചെയ്യുന്നു, മാച്ച് ബോക്സ് എന്താ ചെയ്യുന്നത്, കിച്ചണിലും ബെഡ്റൂമിലും അവിടെ ഇവിടെ എവിടെയൊക്കെ എന്ത് ചെയ്യും, വളരെ ശാന്തമായി ഇന്നസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അവര് അവരുടെ കാലം കഴിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിനൊരു ഉദാഹരണമായിട്ടാണ് ഈ കഥ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണം നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് അല്ലെ, അവിടുത്തെ നമ്മുടെ കഥയിലെ കഥാകാരിയുടെ അല്ലെങ്കിൽ നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിന്റെ പേര് എന്തായിരുന്നു അല്ലെ, നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു പേര്? നൊബിത എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയായിരുന്നു നമ്മുടെ കഥ. ആ സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു ദിവസത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചുകൊണ്ട് ഇരുന്നത്. അപ്പൊ നൊബിത എന്ന് പറയുന്ന സ്ത്രീ താമസിക്കുന്നത് ഒരു വലിയ ഫാമിലിയിലാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കണ്ടു. അപ്പൊ ആ ഫാമിലിയിൽ ഇപ്പൊ കഥ തുടങ്ങുന്ന സമയത്ത് ആ ഫാമിലിയില് ഒരു സൺഡേ മോർണിംഗ് ആണ് അല്ലെ. അപ്പൊ ഒരു സൺഡേ മോർണിംഗിൽ വാഷ്മാൻ അല്ലെങ്കിൽ തുണി അലക്കുകാർ വന്നിട്ട് തുണി കളക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നൊബിത തന്റെ ഭർത്താവിന്റെ തുണികൾ എന്ത് ചെയ്യുന്നത്, വാഷ് ചെയ്യാൻ കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്ന വേളയിലാണ് ഭർത്താവിന്റെ തുണിയുടെ ഷർട്ടിന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് എന്ത് കിട്ടുന്നത്, ഒരു ലെറ്റർ അവർക്ക് ലഭിക്കുന്നത് അല്ലെ. ഒരു എൻവലപ്പിലിട്ട പൊട്ടിച്ച ഒരു ലെറ്റർ അവർക്ക് എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. അപ്പൊ ആ ലെറ്റർ വായിച്ചു നോക്കിയ സമയത്ത് അവളുടെ ചുരുട്ടിക്കൂട്ടിയ അവസ്ഥയിലാണ് ലെറ്റർ കണ്ടിരുന്നത്. അപ്പോൾ അവൾ വായിച്ചു നോക്കിയ സമയത്ത് അവൾക്കത് മനസ്സിലായി, ഈ ലെറ്റർ അവൾക്ക് വന്നതാണ്. കഴിഞ്ഞ 3 ദിവസത്തിന് മുന്നേ വന്ന ലെറ്ററാണ്. ഇതിനെ കുറിച്ച് തന്റെ ഭർത്താവ് അവളുടെ അടുത്ത് ഒരു കാര്യവും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതിനെ കുറിച്ച് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അത് അവൾക്ക് ഒരുപാട് വിഷമം എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അവളുടെ ഭർത്താവ് എന്നിട്ട് അവളിങ്ങനെ വളരെയധികം ഫ്യൂരിയസ് ആയിട്ട് അവള് ഇതിനെ കുറിച്ച് ചിന്തിച്ചു, എന്തുകൊണ്ട് എന്റെ ഭർത്താവിന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നുണ്ടെങ്കിലും പിന്നീട് കൂടുതൽ ചിന്തിച്ചപ്പോഴത്തേക്ക് അവൾ എന്ത് ചെയ്യുന്നു, അവളുടെ ആ ടെമ്പറമെന്റ് അല്ലെങ്കിൽ അവളുടെ ആ ദേഷ്യം ഒന്ന് എന്ത് ചെയ്തു, താങ്ങും എന്ന് നമ്മൾ എന്ത് ചെയ്തു, കണ്ടു അല്ലെ. അവൾ പറയുന്നുണ്ട്, സാധാരണഗതിയിൽ എന്റെ ഭർത്താവ് ഇതുപോലെ തന്നെയാണ് അല്ലെ. എന്താണ് അവളുടെ ഭർത്താവിന്റെ പേര്? എന്താണ്? അജിത്ത്. പേര് മറക്കണ്ട, അജിത്ത്. അപ്പൊ നൊബിതയും അജിത്ത്. അപ്പൊ ഈ അജിത്ത് ഇതിനു മുമ്പും ഇതുപോലെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. തനിക്ക് വന്ന കത്തുകൾ ഇതിനു മുമ്പും അജിത്ത് പൊട്ടിച്ച് വായിച്ചിട്ടുണ്ട്. തന്റെ അടുത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നൊക്കെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മിക്കുന്നുണ്ട് അല്ലെ. അപ്പോ അങ്ങനെ ഈ ഒരു അവസ്ഥയും അവള് സാധാരണ ഒരു ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന അവസ്ഥയെ പോലെ എന്ത് ചെയ്യുകയാണ്, അവള്
കാണുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്തു കണ്ടു. ഓക്കെ, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? പിന്നെ അവൾ പറയുന്നുണ്ട്, അപ്പോൾ ഈ ലെറ്റർ ആരാണ് അയച്ചതെന്നും എന്താണ് അയച്ചതെന്നും നമുക്കൊന്നും ആദ്യം എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. പിന്നീട് അത് മനസ്സിലാക്കുന്നു, ആ ലെറ്റർ തന്റെ നൊബിതയുടെ അമ്മ അവൾക്ക് അയച്ച കത്താണ് അല്ലെ. ഇനി അജിത്തിന് ഒരു സ്വഭാവമുണ്ട്, എപ്പോഴൊക്കെ അവളുടെ പേരിൽ ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും, ഇദ്ദേഹം പൊട്ടിച്ച് വായിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ നൊബിതയ്ക്ക്, തന്റെ ഭാര്യയായ നൊബിതയ്ക്ക് കൊടുക്കുകയുള്ളൂ. അപ്പൊ അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി ആ ഫാമിലിയിൽ ഇല്ലായിരുന്നു. ആർക്ക്? നമ്മുടെ നൊബിത എന്ന് പറയുന്ന സ്ത്രീക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ആ ഫാമിലിയിൽ, ആ കുടുംബത്തിൽ ഇല്ലായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ അത്തരം ഒരു ലൈഫ് സ്റ്റൈൽ ജീവിച്ചു തീർക്കുന്ന ആ നൊബിത ചിന്തിക്കുകയാണ്, ഇതിനെതിരെ ഞാൻ പ്രതികരിച്ചേ പറ്റൂ അല്ലെ. എത്ര ഞാൻ, എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുന്നേ ഇതുപോലെ സാഹചര്യം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് തവണ എന്റെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്. ഒരുപാട് തവണ ഞാൻ എന്താണ് സർക്കാസം കൊണ്ട്, ഡബിൾ മീനിങ് ഉള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടൊക്കെ ഭർത്താവിനെ ഞാൻ പറഞ്ഞ് വിലക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഭർത്താവിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല, എന്താണ് കാര്യമെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെടുത്ത് അവളുടെ വിഷമം, മനോവിഷമം, അവളുടെ ആ ഒരു വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഫ്ലൈറ്റ് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. നോക്കുക, അതിനുശേഷം അവിടെ ഒരു വരി ഞാൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്, സ്റ്റിൽ ദിസ് ugly habit of him won't go. എന്നിരുന്നാലും എന്നിട്ടും അവന്റെ, എന്റെ ഭർത്താവിന്റെ അല്ലെ, അദ്ദേഹത്തിന്റെ ഈ ചീത്ത സ്വഭാവം, ഹാബിറ്റ്, ശീലം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തെ വിട്ടു പോകുന്നില്ല എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവള് പറയുന്നത്. ഓക്കെ, അപ്പൊ നൊബിത അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവള് ആ ലെറ്ററിലെ കണ്ടന്റ് എന്താണെന്ന് അവൾ എന്ത് ചെയ്യാണ്, വായിക്കുകയാണ്. അപ്പൊ ലെറ്ററിലെ കണ്ടന്റ് എന്തായിരുന്നു? സ്ഥിരം പല്ലവി തന്നെയാണ്, അമ്മയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അമ്മയുടെ ലെറ്റേഴ്സിൽ സ്ഥിരം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അന്നത്തെ ആ കത്തിലും ഉണ്ടായിരുന്നതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കണ്ടത് അല്ലെ. അതുവരെ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്, എന്തായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്ന കണ്ടന്റ് അല്ലെ. അമ്മ അയച്ച ആ കത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അമ്മ പറയുന്നത് എന്താണ്, അവളുടെ ആ അമ്മയുടെ പദ്ധതിക്കായ അവസ്ഥയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ നമ്മുടെ നൊബിതയെ വളരെ വെൽത്തി ആയിട്ടുള്ള, സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തില് വിവാഹം കഴിപ്പിച്ച് അയച്ചുവെങ്കിലും തന്റെ അമ്മയ്ക്ക് അല്ലെ, തന്റെ അമ്മ ഒരു എങ്ങനെയുള്ള സ്ത്രീയാണ്, ഭർത്താവോ മകനോ ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. ഇനി അങ്ങോട്ട് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അവളുടെ അമ്മയുടെ നേച്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ അവളുടെ അമ്മയുടെ അവസ്ഥയെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കണ്ടീഷനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും കേട്ടോ. അപ്പൊ നോക്കുക, അപ്പൊ അവളുടെ അമ്മ പറയുന്ന കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ അവളുടെ മിസ്ഫോർച്യൂൺസിനെ കുറിച്ച്, ദാരിദ്ര്യത്തെ കുറിച്ചും ദുരിതത്തെ കുറിച്ചുമാണ് ആ ലെറ്ററിലൂടെ പങ്കുവെക്കുന്നത്. അവളുടെ താമസിക്കുന്ന വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് അവളുടെ മണ്ടയിൽ കൂടെ, അതായത് നൊബിതയുടെ അമ്മയുടെ മുകളിൽ കൂടെ വീഴാറായി എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ സ്ഥിരം ഇങ്ങനെ കത്തുകൾ അയക്കുകയും ആ കത്തിലൂടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, എന്താണ്, കുറച്ച് പൈസ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നൊബിതയുടെ അമ്മ കത്തുകൾ അയക്കാറുള്ളത് എന്ന് സാമാന്യ സെൻസ് ഉള്ള ഒരാൾക്ക് എന്താവുന്നേ ഉള്ളൂ, ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. സമ്പന്നമായിട്ടുള്ള തന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എന്ത് ചെയ്യുക, ഒപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കത്ത് എന്ത് ചെയ്യുന്നത്, നൊബിതയുടെ അമ്മ തനിക്ക് പണ്ടും അതുപോലെ ഇപ്പോഴും ഒക്കെ എന്ത് ചെയ്യുന്നത്, അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കുക, പേജ് നമ്പർ 18 ആ രണ്ടാമത്തെ സെക്ഷനിലെ രണ്ടാമത്തെ പാരഗ്രാഫാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക, വാക്കുകളുടെ മീനിങ് ഒക്കെ കൃത്യമായി എഴുതി തന്നെ പോവുക. നേരത്തെ പോലെ തന്നെ എന്തെങ്കിലും സെന്റൻസിലൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. An indigent woman without husband or son. She was successful in consigning her daughter to a wealthy family's house on the strength of looks alone. നോക്കാം, അപ്പോഴേ പറയുകയാണ് ഇവിടെ നൊബിത പറയുക, നൊബിതയുടെ അമ്മയെ കുറിച്ച്, അമ്മ ആരാണ്, അമ്മയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ പറയുകയാണ്. അമ്മ ഏത് അവസ്ഥയിലാണ് ഇപ്പൊ ജീവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. നോക്കുക, ഹർ മദർ, നൊബിതയുടെ അമ്മ, ആൻ ഇൻഡിജന്റ് വിഡോ. വാട്ട് ഈസ് വിഡോ? വിഡോ മീൻസ് ഭർത്താവ് ഇല്ലാത്ത വിധവ അല്ലെ, വിധവയാണ്. അപ്പോ ഭർത്താവ് എന്ത് ചെയ്തു പോയി, മരിച്ചു പോയിരിക്കുകയാണ്. അപ്പോ ഇൻഡിജന്റ് ആണ് അവള്. വാട്ട് ഈസ് ഇൻഡിജന്റ്? ദരിദ്രമായ എന്നുള്ള അർത്ഥമാണ്. ഇംപവർഷ്ഡ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വളരെയധികം എന്താണ്, പോവർട്ടി ഫേസ് ചെയ്യുന്ന ദരിദ്രമായ അവസ്ഥയിലുള്ള ഒരു സ്ത്രീയാണ്, ഒരു വിഡോയാണ് ആരെന്ന് പറയുന്നത്, അവളുടെ അമ്മ. ആരുടെ? നൊബിതയുടെ അമ്മ. ഓക്കെ, അപ്പൊ ഭർത്താവൊക്കെ മരിച്ചുപോയി, വിധവയാണ്. വിത്തൗട്ട് ഹസ്ബൻഡ് ഓർ സൺ. അപ്പൊ ഷീ ഹാസ് നെയ്തർ ഹസ്ബൻഡ് നോർ ഹർ സൺ. അവൾക്ക് ഭർത്താവുമില്ല, ഭർത്താവില്ലാത്തവനാണല്ലോ വിധവ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി വീണ്ടും അത് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഭർത്താവുമില്ല, പിന്നെ എന്തുമില്ല, മകനുമില്ല.
സോ ഭർത്താവും മകനും ഇല്ലാത്ത വളരെ ദരിദ്രയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആര്? നൊബിതയുടെ അമ്മ. അപ്പൊ ഭർത്താവും മകനും ഇല്ലാത്ത സ്ത്രീയുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പണം കാണുമോ കയ്യില്? ഇല്ല. ഭർത്താവും മകനും ഒക്കെയാണ് സാധാരണ എന്ത് ചെയ്യുന്നത്? പണം, പൈസ ഒക്കെ എന്ത് ചെയ്യുന്നത്? വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടുത്തെ സാഹചര്യത്തിൽ അവൾക്ക് നമ്മുടെ പാവപ്പെട്ട ഈ നൊബിതയുടെ അമ്മയ്ക്ക് ഭർത്താവും ഇല്ല, അതുപോലെ തന്നെ എന്തുമില്ല, മകനും ഇല്ല. അപ്പൊ വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, ഫ്ലൈറ്റിലാണ് ആര്? നൊബിതയുടെ അമ്മ. നോക്കാം. In consigning, she was successful in consigning her daughter to a wealthy family's house on the strength of looks alone. നോക്കുക, she was successful. പക്ഷെ ഒരു കാര്യം, ആ അമ്മ, she means Nobita's mother, she was successful. അവൾ എന്താണ് successful? വിജയിച്ചു. എന്തിൽ വിജയിച്ചു? In consigning. What is consigning? consign ചെയ്യുക, giving, ഏൽപ്പിക്കുക എന്നൊക്കെ പറയാം അല്ലെ? ഏൽപ്പിക്കുക, കൊടുക്കുക എന്നൊക്കെ പറയാം. In consigning, ഏൽപ്പിക്കുന്നതിൽ. എന്തിനെ ഏൽപ്പിക്കുന്നതിൽ? her daughter, അവളുടെ മകളെ ഏൽപ്പിക്കുന്നതിൽ. to a wealthy family's house. എങ്ങോട്ട്? ഒരു സമ്പന്നമായ കുടുംബത്തിൽ അവളുടെ മകളെ ഏൽപ്പിക്കുന്നതിൽ അവൾ എന്ത് ചെയ്തു? വിജയിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തില? അവർക്ക് പൈസയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഇത്രയും സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിൽ തന്റെ മകളെ അവൾ കെട്ടിച്ചു വിട്ടത്? എങ്ങനെയാണ്? ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ. ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ. ആരുടെ ലുക്ക്? നൊബിതയുടെ ലുക്ക്. നൊബിത വാസ് ബ്യൂട്ടിഫുൾ. നൊബിത എന്ന് പറയുന്നത് വളരെ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയാണ്, പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, അതിന്റെ ആ ഒരൊറ്റ എലോൺ എന്നാ പറയുന്നത്, ആ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ആ ക്വാളിറ്റി മാത്രമേ ആർക്കുള്ളൂ, നൊബിതയ്ക്കുള്ളൂ. സോ ആ ഒരു ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അപ്പൊ പണ്ടൊക്കെ അങ്ങനെയാണ്, സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വേറൊന്നും അവർ നോക്കത്തൊന്നുമില്ല, അവർ എന്ത് ചെയ്യും? വിവാഹം കഴിച്ചൊക്കെ പോകും. ഇപ്പോഴൊക്കെ ഡൗറിയൊക്കെ ഭയങ്കര അല്ലെ, കാറ് കൊടുക്കണം, സ്വർണം കൊടുക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, പെൺപിള്ളേരൊക്കെ എന്ത് ചെയ്യും? വീട്ടില് പോലെ നിറഞ്ഞ് നിന്ന് പോകുന്ന അവസ്ഥ. അപ്പൊ പണ്ട് ബംഗാളിലൊക്കെ ഈ ഒരു അവസ്ഥയാണ്. അപ്പൊ സൗന്ദര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആരെങ്കിലും ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും? കെട്ടിക്കൊണ്ടങ്ങ് പോകും. കേട്ടാ, നോക്കാം. എനിവേ, സോ ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ. അപ്പൊ ആ സൗന്ദര്യത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ, അതിന്റെ മാത്രം ശക്തിയിൽ ആരെ കെട്ടിച്ചു വിടാൻ സാധിച്ചു? ഈ പെൺകുട്ടിയെ, നൊബിതയെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിൽ കെട്ടിച്ചു വിടുന്നതിൽ ആര് വിജയിച്ചു? അമ്മ വിജയിച്ചു. ഇനി നോക്കുക. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter. അപ്പൊ ഈ ഒരു കാര്യത്തില്, ഈ ഒരു മാറ്ററില്, ഈ ഒരു കാര്യത്തില് അല്ലെ, അത് എപ്പോഴൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാലും ഈ അമ്മ എന്ത് ചെയ്യും? എന്റെ ക്രെഡിറ്റ് ആണത്, എന്റെ ക്രെഡിറ്റ് ആണ് എന്നതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, കാണിച്ചുകൊണ്ടിരിക്കും. ബട്ട് ദ ഗുഡ് ലേഡി, ആ നല്ല സ്ത്രീ അല്ലെ, ബൈ ക്യാരക്ടർ അവൾ നല്ല സ്ത്രീയാണ്. നൊബിതയുടെ അമ്മ എന്ന് പറയുന്നത് നല്ലൊരു സ്ത്രീയാണ്. പക്ഷെ ഇത്തിരി ദാരിദ്ര്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേട്ടോ, നോക്കാം. സോ ദാറ്റ് ബട്ട് ദ ഗുഡ് ലേഡി, ആ നല്ല സ്ത്രീ, ഹാസ് നെവർ സ്റ്റോപ്ഡ് ടേക്കിംഗ് ക്രെഡിറ്റ്. അവൾ ക്രെഡിറ്റ് എടുക്കാതിരുന്നില്ല. അപ്പൊ തന്റെ മകളെ ഇങ്ങനെ ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ കെട്ടിച്ചു വിട്ടത് അവളുടെ മാത്രം, അതായത് അവളുടെ നൊബിതയുടെ അമ്മയുടെ മാത്രം കഴിവാണ് എന്ന് അവസരം കിട്ടുമ്പോഴൊക്കെ ഇവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അത് പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. നോക്കുക. At the slightest opportunity for her skill, അവളുടെ കഴിവ്, in the matter, ആ ഒരു കാര്യത്തിൽ, ഏതൊരു കാര്യത്തിൽ, ആ നൊബിതയെ കെട്ടിച്ചു വിട്ട കാര്യത്തിൽ ഉള്ള അവളുടെ കഴിവ് എപ്പോഴൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പ്രൊജക്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? നോക്കുക. And she has been finding such opportunities all along. അപ്പൊ ഉടനീളം, അവളുടെ ലൈഫിൽ ഉടനീളം അവൾ എന്ത് ചെയ്യുന്നു? ഇത്തരം അവസരങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും അല്ലെ? തന്റെ മകളെ കൂടുതൽ കൺവിൻസ് ചെയ്യുക. ഞാനുള്ളത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയത്, ഞാനുള്ളത് കൊണ്ടാണ് ബന്ധം കിട്ടിയത്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഏതെങ്കിലും പാവപ്പെട്ടവരുടെ വീട്ടിൽ ദാരിദ്ര്യം അനുഭവിച്ച് ഇങ്ങനെ കിടന്നേനെ എന്ന ഉള്ള രീതിയിൽ അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ അത് നൊബിതയുടെ അമ്മ എന്ത് ചെയ്യും? നൊബിതയുടെ അടുത്ത് ക്രെഡിറ്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. നോക്കുക. ഇനി അപ്പൊ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അല്ലെ, ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ്? തന്റെ മകളായ നൊബിതയ്ക്ക് അപ്പൊ തീർച്ചയായിട്ടും അമ്മയ്ക്ക് പണം കൊടുക്കാനായിട്ടുള്ള അവകാശമുണ്ട്. തന്റെ അമ്മയാണല്ലോ അവളുടെ ഇത്രയും നല്ലൊരു ഫോർച്യൂണിന് കാര്യമായിട്ടുള്ളത് അല്ലെ. അതിന്റെ കാരണം എന്ന് പറയുന്ന അമ്മയാണ്. അപ്പൊ ആ അമ്മയ്ക്ക് പണം കൊടുക്കണം. അപ്പൊ പണത്തിന് വേണ്ടി ഇങ്ങനെ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നൊബിതയുടെ അമ്മയ്ക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. നോക്കുക. Whenever Ajit sees a new letter from Nobita's mother, അപ്പൊ whenever, എപ്പോഴൊക്കെ അജിത്ത് ഒരു പുതിയ കത്ത് നൊബിതയുടെ അമ്മയുടെ പക്കൽ നിന്ന് വന്നാലും,
നോമിതയുടെ അമ്മയുടെ പക്കൽ നിന്ന്, നോമിതയുടെ അമ്മ ഫ്രം നോമിതാസ് മദർ അല്ലെ, നോമിതയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് എ ന്യൂ ലെറ്റർ, ഒരു പുതിയ ലെറ്റർ വെന്നെവർ അജിത് സീസ് അല്ലെ, അജിത്ത് എപ്പോൾ കണ്ടാലും എന്ത് ചെയ്യും? ഹി സ്മൈൽസ്. എന്താണ്? ഡെർസിവ്ലി. ഡെർസിവ്ലി മീൻസ് പരിഹാസത്തോടു കൂടി ചിരിക്കും കേട്ടാ. എപ്പോഴൊക്കെ നോമിതയുടെ അമ്മയുടെ കത്ത് കണ്ടു കഴിഞ്ഞാലും എന്ത് ചെയ്യും? പരിഹാസത്തോടു കൂടി എന്ത് ചെയ്യും? ചിരിക്കും. പരിഹാസത്തോടു കൂടി ചിരിക്കും. എന്റെ അമ്മയുടെ കത്താണ്, എനിക്ക് ഊഹിക്കാം അല്ലെ, എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ സ്മൈൽസ് ഡെർസിവ്ലി, വളരെ പരിഹാസത്തോടു കൂടി ചിരിക്കും. ആൻഡ് സേസ്, എന്നിട്ട് പറയും why bother to read it അല്ലെ, why bother to read that, എന്തിന് അത് വായിക്കണം, എന്തിനത് വായിച്ച് എന്ത് ചെയ്യണം? ബോധർ അല്ലെ, അതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടണം. ബോധർ ചെയ്യുക, വ്യാകുലപ്പെടുക, ദുഃഖിക്കുക എന്നൊക്കെ പറയാം കേട്ടാ. എന്തിന് നിന്റെ അമ്മ അയക്കുന്ന ഈ കത്ത് വായിച്ച് വ്യാകുലപ്പെടണം? അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടാ. I will go and fill out a money order form. ആ കത്ത് വായിക്കുമ്പോഴേ ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തിനാണ് ആ കത്തെന്ന്. എന്തിനായിരിക്കും കത്ത്? പൈസ, പണം ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ആ കത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നു ഇതിന് to fill up a എന്താണ് to fill out a money order for ഒരു മണി ഓർഡർ. പണ്ടൊക്കെ മണി ഓർഡർ ആണ് അയക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പണം ആ രീതിയിൽ ATM അങ്ങനെയൊന്നും ഫെസിലിറ്റീസ് ഒന്നുമില്ല. പണ്ട് എഴുതിയ കഥയാണല്ലോ അല്ലെ, 21ാം നൂറ്റാണ്ട് മുന്നേ എഴുതിയ കഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നേച്ചർ. അപ്പൊ അന്നൊക്കെ ഈ മണി ഓർഡർ വഴിയാണ് പൈസ, പണം എന്ത് ചെയ്യുന്നത്? അയച്ചു കൊടുത്തിരുന്നത്. അപ്പൊ ഞാൻ പോവുകയാണ് മണി ഓർഡർ ഫില്ല് ചെയ്യാൻ വേണ്ടി എന്ന് പരിഹാസത്തോടു കൂടി, ഒരു പുച്ഛഭാവത്തോടു കൂടി നോമിതയുടെ ഭർത്താവ് എപ്പോഴൊക്കെ ഈ നോമിതയുടെ അമ്മയുടെ കത്ത് കണ്ടു കഴിഞ്ഞാലും എന്ത് ചെയ്യും? പുച്ഛിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പുച്ഛിച്ചിരുന്നു എന്ന് പറയാം. അപ്പൊ അത്തരം ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, ഭാര്യയുടെ അമ്മ ഇങ്ങനെ കത്ത് എന്ത് ചെയ്യുന്നു? അയക്കുന്നു, പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്നു. ഇത് കണ്ടിട്ട് ഭർത്താവ് പറയുകയാണ് അല്ലേ, വായിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, അത് വായിച്ചതിന് വെറുതെ വ്യാകുലപ്പെടുന്നത്, ഞാൻ ഒപ്പം തന്നെ പോയി എന്ത് ചെയ്യാം? അത് വായിക്കാതെ തന്നെ അതിന്റെ കണ്ടന്റ് എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പണം, പൈസയാണ് ആവശ്യം, ഞാൻ പോയി മണി ഓർഡർ ഫില്ല് ചെയ്യും എന്ന് നോമിതയുടെ ഭർത്താവായ അജിത്ത് പറയുമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കുക, Nobida's head hangs low with the shame and the insult of it. അപ്പൊ ഇങ്ങനെ ഭർത്താവ് ഭാര്യയുടെ അടുത്ത് പറയുന്നു അല്ലേ, എന്റെ അമ്മയെ കുറിച്ചുള്ള അവസ്ഥയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അവൾ തുള്ളിച്ചാട്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാട് ഇല്ല. അവൾ എന്ത് ചെയ്യും? Nobida's head hangs low, നോമിതയുടെ തലയെന്തി താഴ്ത്തും, നാണക്കേട് കൊണ്ട് അല്ലേ. വളരെ ഒരു തന്റെ അമ്മയ്ക്കും ഈ ഭർത്താവ് തന്നെ ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മോശപ്പെട്ടൊരു കാര്യമാണ്. തന്റെ കുടുംബക്കാർക്ക് ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നോമിതയുടെ തലയെന്തി ഹാൻഡ്സിലും തല താഴ്ത്തും. വിത്ത് ദ ഷെയിം, എന്തുകൊണ്ട്? നാണക്കേട് കൊണ്ട് തല താഴ്ത്തും. ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്, അതുകൊണ്ടുണ്ടാകുന്ന എന്താണ്? ഇൻസൾട്ട് കൊണ്ട് എന്ത് ചെയ്യും? തല താഴ്ത്തും. ഏതുകൊണ്ട്? ഇങ്ങനെ പൈസ ചോദിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഇൻസൾട്ട്. So some time ago, out of anger, അതുകൊണ്ട് തന്നെ some time ago, കുറച്ച് കാലത്തിന് മുമ്പ്, കുറച്ച് സമയത്തിന് മുന്നേ കേട്ടാ. ഇപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ചാർച്ച, എപ്പോഴാണ് വിവാഹം കഴിച്ചിട്ട് അന്ന് തൊട്ടേ ഇങ്ങനെ ഉണ്ട് പണം ചോദിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് കാലത്തിന് മുമ്പ് എന്ത് സംഭവിച്ചു? ഔട്ട് ഓഫ് ആങ്കർ, ദേഷ്യം കാരണം, ഔട്ട് ഓഫ് ആങ്കർ ദേഷ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ദേഷ്യം കാരണം, ആൻഡ് ഗ്രീഫ് ദുഃഖം, വിഷമം അല്ലെ. അപ്പൊ ദുഃഖം കൊണ്ടും അതുപോലെ തന്നെ ദേഷ്യം കൊണ്ടും തന്റെ അമ്മയോടുള്ള ദുഃഖവും ദേഷ്യവും ഒക്കെ കൊണ്ട് നോമിത forbade her mother from writing to her own postcards. അപ്പൊ ഈ പോസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മാറ്റർ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും അല്ലെ, പെട്ടെന്ന് ഒരാൾക്ക് പൊടിച്ച് വായിക്കാനൊക്കെ പറ്റും. അപ്പൊ ഈ പോസ്റ്റ് കാർഡില് എഴുതുന്നത് എന്ത് ചെയ്തു? അവളുടെ അമ്മ അല്ലെ, അവളുടെ അമ്മ പോസ്റ്റ് കാർഡിൽ ഇതുപോലെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതുന്നത് അവളുടെ അമ്മ എന്ത് ചെയ്തു? അവളുടെ അമ്മയെ എതിർത്തു എന്നാ പറയുന്നത്. അവളുടെ അമ്മ പോസ്റ്റ് കാർഡിൽ ഇനി കത്ത് എഴുതരുത്, എനിക്ക് ഇങ്ങനെ പോസ്റ്റ് കാർഡിൽ ഇങ്ങനെ കത്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്താ ദേഷ്യം വരും, അമ്മയെ ദയവ് ചെയ്ത് അങ്ങനെ എഴുതരുത് എന്ന് ഇവള് ഒരു സാഹചര്യത്തിൽ എതിർത്ത് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ആരെതിർത്ത് സംസാരിച്ചു? നോമിതയുടെ അമ്മ എതിർത്ത് സംസാരിച്ചു അല്ല. നോമിതയുടെ അമ്മയുടെ നോമിത അമ്മയോട് എന്ത് ചെയ്തു? എതിർത്ത് സംസാരിച്ചു. She thought that from then on she had tried to send her a little money. അല്ലേ, അപ്പോ അവൾ പറയാണ് she thought that, അവൾ അന്ന് ചിന്തിച്ചു that from then on, അതിനുശേഷം അല്ലെ, ഇങ്ങനെ അവളുടെ അമ്മയെ ശകാരിച്ചതിന് ശേഷം she did try to send
She did try to send. അവൾ എന്ത് ചെയ്തു? ശ്രമിച്ചു. എന്തിനാ ശ്രമിച്ചത്? To send her a little money. A little money, കുറച്ചു പണം. A little money. A little എന്ന് വെച്ചാൽ കുറച്ച്. Little എന്ന് വെച്ചാൽ no money. Little എന്ന് വെച്ചാൽ no എന്നാണ് അർത്ഥം. നെഗറ്റീവ് വേർഡാണ് little എന്ന് പറയുന്നത്. A little എന്ന് പറഞ്ഞാൽ കുറച്ച്. The little എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന അഡ്ജക്റ്റീവ്സ് ഒക്കെ ആണ്. കേട്ടോ? The little എന്ന് വെച്ചാൽ ഉള്ളത് മുഴുവൻ. The little ഉള്ളത് മുഴുവനും. A little കുറച്ച്. Little no എന്നാണ് അർത്ഥം. കേട്ടോ? അപ്പോൾ A little money അവളെ കൊണ്ട് സ്വരുക്കൂട്ടാൻ പറ്റാവുന്ന അല്ലെങ്കിൽ whatever she could pull together phrasal verb ആണ്. pull together, save pull together അർത്ഥമാണ് save. അവൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ആ പണം, ആ പൈസ അവള് അയച്ചു കൊടുക്കാം എന്നെന്ത് ചെയ്തു? അതിന് അവള് ശ്രമിക്കാം എന്നെന്ത് ചെയ്തു? അവള് അതിനുശേഷം തീരുമാനിച്ചു. അതായത് ഇങ്ങോട്ട് പറയണ്ട, അമ്മ ഇനി ഇങ്ങോട്ട് പറയണ്ട, പണം വേണോ എന്ന് ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല, ഞാൻ എന്ത് ചെയ്തോളാം, ഇനി അങ്ങോട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പൈസ ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒക്കെ സ്വരു കൂട്ടി ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊള്ളാം, എല്ലാ മാസവും അയച്ചേക്കാം എന്ന് എന്ത് ചെയ്തു? അവള് പറയും. അപ്പൊ പോസ്റ്റ് കാർഡ് അയച്ച അമ്മ ബുദ്ധിമുട്ടണ്ട എന്ന് അമ്മയെ നമ്മുടെ നൊബിത എന്ത് ചെയ്തു? എതിർത്തതായിട്ടാണ് പറയുന്നത്. കാരണം അവൾക്ക് നൊബിതയ്ക്ക് മറ്റ് കുടുംബത്തിൽ പറ്റി ഒരു ജോയിന്റ് ഫാമിലിയാണ് നമ്മൾ ആൾറെഡി പറയും, വെൽത്തി ഫാമിലിയാണ്. അപ്പൊ കുടുംബത്തിൽ ബാക്കിയുള്ള ആളുകളും ഈ ഒരു രീതിയിൽ നൊബിത എന്ത് ചെയ്യും? ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് എന്ത് ചെയ്യും? കാണും. ഷെയിം. നൊബിതയ്ക്ക് അത് ഭയങ്കര നാണക്കേടാണ്, ഇൻസൾട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെ? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പെരുമാറ്റം അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഷെയിം കൊണ്ട് അല്ലെങ്കിൽ നാണക്കേട് മുഴുവൻ ആർക്കാണ്? നൊബിതയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നൊബിത അമ്മയെ ഇങ്ങനെ എതിർത്തു എന്നാണ് പറയുന്നത്. ഇനി മേലെ എന്ത് ചെയ്തത്? പോസ്റ്റ് കാർഡിൽ ലെറ്റർ എഴുതരുത് കേട്ടോ എന്നൊക്കെ എന്ത് ചെയ്തു? എതിർത്തു. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പൈസ ഞാൻ അയച്ചു കൊള്ളാം എന്നൊക്കെ എതിർത്തു. നോക്കുക. സോ ഇൻ സീക്രട്ട്. അപ്പൊ ഇൻ സീക്രട്ട് ഇതെല്ലാം എന്താണ്? സീക്രട്ട് ആയിട്ടാണ്. ടു സേവ് ഇൻ സീക്രട്ട് എന്നാ പറഞ്ഞത്. പൈസ സേവ് ചെയ്യാം, വളരെ രഹസ്യമായിട്ട് സേവ് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കാം എന്നാ പറയുന്നത്. സോ ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. നോക്കുക, എന്നിട്ട് പറയാം അതുകൊണ്ടാണ് ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. അപ്പൊ ഇതാണ് കാരണം. അതുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്? പോസ്റ്റ് കാർഡിൽ കത്തയക്കാതെ എൻവലപ്പിന്റെ ഉള്ളിലിട്ടിട്ട് കത്ത് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പോസ്റ്റ് കാർഡിൽ കത്ത് അയക്കരുതെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ട് അർത്ഥമാക്കിയത് കത്തേ അയക്കരുതെന്നായിരുന്നു. പക്ഷെ പോസ്റ്റ് കാർഡിൽ കത്ത് അയക്കാതെ ഇപ്പൊ എൻവലപ്പിന്റെ ഉള്ളിൽ, എൻവലപ്പ് ലെറ്റർ ഇടുന്ന കവറാണ് അല്ലെ, ആ കവറിന്റെ ഉള്ളിൽ കത്തിട്ടിട്ട് ഇങ്ങോട്ട് അയച്ചതിന്റെ ഉദ്ദേശം അല്ലെ ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ് പറഞ്ഞത്? അതിന്റെ ധ്വനി അമ്മയ്ക്ക് മനസ്സിലായി കാണില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാണ്? ആ പോസ്റ്റ് കാർഡിൽ കത്തയക്കരുതെന്നാണ് പറയുന്നത്. എങ്കിൽ ഒരു കാര്യം എൻവലപ്പിലിട്ട് കത്തയക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കത്തയച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കുക. സഡൻലി നൊബിത ഫ്ലെയിംസ് ഇൻടു ആങ്കർ അറ്റ് ഹർ മദർ. പെട്ടെന്ന് തന്നെ തന്റെ അമ്മയോട് അല്ലെ ഫ്ലെയിംസ് ഇൻടു ജ്വലിച്ചു. നൊബിത ജ്വലിച്ചു അല്ലെ, ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. ഇൻടു ആങ്കർ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. ആരടുത്ത്? അറ്റ് ഹർ മദർ, അവളുടെ അമ്മയുടെ അടുത്ത്. അവളുടെ അമ്മയുടെ അടുത്ത് ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ് അല്ലെ. ഈ അമ്മച്ചിയെ കൊണ്ട് ഞാൻ തോറ്റു, ഈ അമ്മ എന്താണ് പറഞ്ഞാൽ കേൾക്കത്തില്ല അല്ലെ. ഈ പോസ്റ്റ് കാർഡിൽ കത്തയക്കരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദാ എൻവലപ്പിലിട്ട് കത്തയച്ചിരിക്കുന്നു. എന്നെ എന്റെ ഭർത്താവിന്റെ മുന്നിലും ഭർത്താവിന്റെ കുടുംബത്തിന്റെ മുന്നിലും നാണം കെടുത്തു ഇവര് എന്നൊക്കെ ആര് ചിന്തിക്കുന്നു? നമ്മുടെ നൊബിത ചിന്തിക്കുകയാണ്. പത്തറ്റിക്, വളരെ പത്തറ്റിക് അവസ്ഥ. പൂർ നൊബിത. നോക്കാം. Why does she keep on begging like this? എന്തുകൊണ്ടാണ് ഇവൾ എപ്പോഴും ഇങ്ങനെ പണത്തിന് വേണ്ടി യാചിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ യാചിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ കാര്യം എന്താണ് അല്ലെ? why എന്തുകൊണ്ട് does she keep on begging like this? ഇങ്ങനെ പണത്തിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടി യാചിക്കുന്നത് എന്തിനാണ് അല്ലെ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് പറ്റുന്ന പൈസ ഞാൻ എന്ത് ചെയ്തു കൊള്ളാം, സ്വരുക്കൂട്ടി അയച്ചു കൊള്ളാം എന്ന് എന്ത് ചെയ്തു? അവൾ ആൾറെഡി എന്ത് ചെയ്തതാണ്? പറഞ്ഞതാണ്. അപ്പൊ വീണ്ടും ചോദിക്കുന്നതിന്റെ കാര്യം എന്താണ് എന്ന് ചോദിക്കും. അവൾ സ്വയം ചോദിക്കുകയാണ് കേട്ടോ, സ്വയം അവൾ ചിന്തിക്കുകയാണ്. Why won't she let Nobita keep her self-respect, her dignity? No, this time she will write and tell her mother clearly, I can't do anymore. Don't hope for anything from me. ഇപ്പൊ പറയാണ്. So why does she keep on begging like this? എന്തിനാണ് അമ്മ ഇങ്ങനെ ഇത്തരത്തിൽ യാചിക്കുന്നത് അല്ലെ? Why won't she let Nobita keep her self-respect? ഈ നൊബിതയുടെ സെൽഫ് റെസ്പെക്ട് അല്ലെ, അവൾക്ക് ആ കുടുംബത്തിൽ ഒരു ബഹുമാനമുണ്ട് അല്ലെ. മറ്റുള്ളവർ അവളെ ബഹുമാനിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ അവളെ ബഹുമാനിക്കും ഇല്ല.
അപ്പൊ ഈ സെൽഫ് റെസ്പെക്ട് എന്താണ് എന്തുകൊണ്ട് നൊബിതയെ കീപ്പ് ചെയ്യാൻ എന്തുകൊണ്ട് അവളെ അനുവദിച്ചൂടാ എന്നൊക്കെ അവൾ എന്ത് ചെയ്യാണ് ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പൊ വൈ വോണ്ട് ഷീ എന്ന് പറഞ്ഞാൽ നൊബിതാസ് മദർ അല്ലെ, എന്തുകൊണ്ട് നൊബിതയുടെ അമ്മ ലെറ്റ് മീൻസ് അലോ അല്ലെ, അനുവദിക്കുന്നില്ല ആരെ, നൊബിതയെ കീപ്പ് ഹർ സെൽഫ് റെസ്പെക്ട് അല്ലെ, അവളുടെ റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കീപ്പ് ചെയ്യാൻ എന്തുകൊണ്ട് നൊബിതയെ അനുവദിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. ഹർ ഡിഗ്നിറ്റി അല്ലെ, അവളുടെ ഉള്ളിലുള്ള ആ ബഹുമാനം, ആ റെസ്പെക്ട് എന്തുകൊണ്ട് കീപ്പ് ചെയ്യാൻ അനുവദിക്കുന്നില്ല? നോ, ഇല്ല. This time she will write and tell her mother clearly. അപ്പൊ ഈ സമയം അവളുടെ അമ്മയുടെ അടുത്ത് വളരെ വ്യക്തമായി തന്നെ അവൾ പറഞ്ഞ ഇതിനെ വിലക്കും. I can't do anymore. അപ്പോൾ അവൾ എന്താ പറയാൻ പോകുന്നത്? ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ എന്ത് ചെയ്തു, പണം തന്ന് അമ്മയെ സഹായിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. Don't hope for anything from me. ഇനി എന്നിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് എന്ത് ചെയ്യും പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ഡിസിഷൻ, ഇങ്ങനെ ഒരു ഡിസിഷൻ ആരെടുക്കുകയാണ് അവിടെ? നൊബിത എടുക്കാൻ പോകുന്നതായിട്ട് പറയണം. അപ്പൊ ഇങ്ങനെ എഴുതി അമ്മയ്ക്ക് അയക്കാൻ വേണ്ടി, ഇനി മേലിൽ അമ്മ ഇതുപോലെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് ഇനി കത്തെഴുതരുത് എന്ന് പറഞ്ഞ് വിലക്കാൻ പോവുകയാണ്. കാരണം അവൾക്ക് അവളുടെ ഡിഗ്നിറ്റിയും അതുപോലെ തന്നെ റെസ്പെക്ട് ഒക്കെ എന്ത് ചെയ്യാണ്, അവൾക്ക് ആ കുടുംബത്തിൽ ഇങ്ങനെ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അവൾക്ക് നഷ്ടപ്പെടും എന്ന് അവൾ എന്ത് ചെയ്യാണ് പറയുകയാണ്. ഓക്കെ, സോ അതുവരെ അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.